ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിത സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 82ാമത്തെ ശ്ലോകം പഠിച്ചു. ദേവിയുടെ തുടകൾ വാഴപ്പിണ്ടിയോട് ഉപമിച്ച് വർണ്ണിച്ചിരുന്നു. ഇന്ന് ദേവിയുടെ കണങ്കാലുകൾ കാമദേവൻ്റെ അമ്പുകൾ നിറച്ചു വച്ചിരിക്കുന്ന ആവനാഴിയോട് ഉപമിച്ചിരിക്കുന്നു. അപ്പം ഇന്ന് 83ാമത്തെ ശ്ലോകം വായിക്കാം. അതാ സൗന്ദര്യ ലഹരി സ്തോത്രത്തിൽ 83ാമത്തെ ശ്ലോകം. ഓം സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമ. ഓം ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പരാജേതും രുദ്രം ദ്വിഗുണസരഗർഭൗ ഗിരിസുതേ നിഷങ്കൗ ജംഘേതേ വിഷമവിശിഖോ ബാഠമകൃത യതഗ്രേ ദൃശ്യന്തേ ദശശരഫലാഃ പാദയുഗളീനകാഗ്രച്ഛത്മാനഃ സുരമകുടചാണൈകനിശിതാഃ. വാക്കുകൾ പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിഷങ്കൗ ജംഘേ തേ വിഷമവിശിഖഃ ബാഠം അകൃത യത് അഗ്രേ യദഗ്രേ ദൃശ്യന്തേ ദശശരഫലാഃ പാദയുഗളീനഖാഗ്രച്ഛത്മാനഃ സുരമകുടചാണൈക ഇനി നമുക്ക് പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിഷങ്കൗ ജംഘേതേ വിഷമവിശിഖോ ബാഠമകൃത യതഗ്രേ ദൃശ്യന്തേ ദശശരഫലാഃ പാദയുഗളീനഖാഗ്രച്ഛത്മാനഃ സുരമകുടചാണൈകനിശിതാഃ. ഇനി ഓരോ വാക്കിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. പരാജേതും പരാജയപ്പെടുത്താൻ. രുദ്രനെ പരാജയപ്പെടുത്താൻ. ദ്വിഗുണശരഗർഭൗ ദ്വിഗുണം രണ്ട് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ശരങ്ങളാകുന്ന എന്നർത്ഥം. ഗിരിസുതേ അല്ലയോ ദേവി, പാർവതീ ദേവി, ഗിരിയുടെ മകളെ, പർവ്വതപുത്രി. നിഷങ്കൗ ജംഘേ നിഷങ്കം ആവനാഴി. അപ്പം ദ്വിഗുണശരഗർഭം. ദ്വിഗുണം, ദ്വി എന്ന് പറഞ്ഞാൽ രണ്ട്, ഗുണം എന്ന് പറഞ്ഞാൽ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുന്ന അത്രയും ശരങ്ങൾ. ശരഗർഭം എന്ന് പറഞ്ഞാൽ ശരങ്ങളെ നിറച്ച് വച്ചിരിക്കുന്ന. അപ്പോൾ അഞ്ചിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ അഞ്ചാണല്ലോ. പഞ്ചബാണൻ എന്നാണ് കാമദേവൻ്റെ പേര് തന്നെ. അപ്പോൾ 5 ബാണങ്ങളുണ്ട്. അത് 5 പൂക്കളാണ്. 5 പൂക്കളാകുന്ന, അതായത് നമ്മുടെ പഞ്ചഭൂതങ്ങളാകുന്ന പൂക്കളാകുന്ന അമ്പുകൾ
ശരങ്ങൾ, ശരം അമ്പ്. അപ്പം രണ്ട് 10 ശരങ്ങളെ നിറച്ചു വച്ചിരിക്കുന്ന നിഷങ്കവും ആവനാഴി ആകുന്ന ജംഘേ എന്ന് പറഞ്ഞാൽ കണങ്കാലുകൾ, ചതുർത്ഥി ജംഘേ തേ ആ കണങ്കാലുകൾ എന്നർത്ഥം. വിഷമവിശികോ ബാഠമകൃത, വിഷമവിശികൻ കാമദേവൻ. അപ്പം ആ കാമദേവൻ ബാഠം അകൃത എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, ബാഠം എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും. അപ്പോൾ കാമദേവൻ എങ്ങനെയാണ് ആ ദേവിയുടെ ജംഘകളെ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം പരാജയതും രുദ്രനെ പരാജയപ്പെടുത്താൻ ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ, അല്ലയോ അചലനന്ദിനി എന്ന് പറഞ്ഞ പർവ്വതദേവി. മന്മഥൻ, അതായത് കാമദേവൻ, രുദ്രനെ തോൽപ്പിക്കാനായി തൻ്റെ 5 ബാണങ്ങളെ ദുഗുണീഭവിച്ചു. അതായത് 2 കൊണ്ട് ഗുണിച്ച് ഇരട്ടിച്ചിട്ട് അത് അഗ്രേ ദൃശ്യന്തി, അതിൻ്റെ അഗ്രത്ത് കാണുന്നു. എന്ത്? ദശശരഫലാഹ, 10 ശരങ്ങളുടെ മുനക, 10 ശരത്തിൻ്റെ മുന, ഫലാഹ എന്നവിടെ പറഞ്ഞ മുനയാണ്. അപ്പം പാദയുഗളീ നഖാഗ്രച്ഛത്മാനക, പാദയുഗളങ്ങളിൽ കാൽപാദങ്ങളിൽ, ഛത്മാന എന്ന് പറഞ്ഞാൽ മറച്ചു വച്ചിരിക്കുന്നു. എന്തിനെ? നഖാഗ്രത്തെ, നഖത്തിൻ്റെ അഗ്രം. അപ്പം അതെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സുരമകുട ശാണയിക നിശിതാഹ, അത് മൂർച്ച കൂട്ടി വച്ചിരിക്കുന്നു. എന്തുകൊണ്ട് മൂർച്ച കൂട്ടി? ആ ദേവിയെ നമസ്കരിക്കുമ്പം സുരമകുടം എന്ന് പറഞ്ഞാൽ കിരീടം, ആ കിരീടമാകുന്ന കിരീടങ്ങളെ കൊണ്ട് ചാണ എന്ന് പറഞ്ഞാൽ ഉരയ്ക്കുന്ന അല്ലെങ്കിൽ മൂർച്ച കൂട്ടുന്ന നിശിതം മൂർച്ചയാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ പാർവതീദേവി, മന്മഥൻ രുദ്രനെ തോൽപ്പിക്കാനായി തൻ്റെ 5 ബാണങ്ങളെ ഇരട്ടിച്ച് നിറച്ചു വെച്ച 2 തൂണീരങ്ങളായി, തൂണീരവും ആവനാഴിയാണ്. അപ്പോൾ ആവനാഴിയുടെ പേരാണ് നിഷങ്കം, തൂണീരം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് നിന്തിരുവടിയുടെ മുഴങ്കാലുകളെ നിശ്ചയമായും ഉണ്ടാക്കി വച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു യത് അഗ്രേ ദൃശ്യന്തേ, എന്തുകൊണ്ടെന്നാൽ യത് അഗ്രേ ദൃശ്യന്തേ ദശശരഫലാഹ പാദയുഗളീ നഖാഗ്രച്ഛത്മാനഹ സുരമകുട ശാണൈക നിശ്ചിതാഹ. ഇവിടെ ബാഠം എന്ന് പറഞ്ഞാൽ നിശ്ചയം, വിഷമവിശികൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ, അകൃത എന്ന് പറഞ്ഞാൽ ചെയ്തു, യത് അഗ്രേ അതിൻ്റെ അഗ്രത്ത്, ദൃശ്യന്തേ കാണപ്പെടുന്നു, ദശശരം 10 10 ശരഫലാഹ 10 ശരത്തിൻ്റെ മുന, പാദയുഗളീ നഖാഗ്രച്ഛത്മാന 2 പാദങ്ങളിലെ നഖങ്ങൾ മറച്ചു വച്ചിരിക്കുന്ന, സുരമകുട ചാണയിക നിശ്ചിത അതിനെ മൂർച്ച കൂട്ടി വച്ചിരിക്കുന്നു. ദേവന്മാരുടെ കിരീടമാകുന്ന ചാണയിൽ ഉരച്ച് മൂർച്ച കൂട്ടി വച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ കാമദേവനെ ആദ്യം മഹാദേവൻ ഭസ്മമാക്കി കളഞ്ഞു. അപ്പോൾ രതിദേവി ദേവിയോട് പ്രാർത്ഥിച്ച് പുനർജീവിപ്പിച്ചു. പക്ഷെ പുനർജീവിച്ചപ്പം അനങ്കനായിട്ടാണ്, അംഗമില്ലാത്തവനായിട്ടാണ് ജീവിച്ചത്. അപ്പോൾ അനങ്കനായ കാമദേവൻ പുനർജീവിച്ചു എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ പരാജയതും രുദ്രനെ തോൽപ്പിക്കാനായി ദ്വിഗുണശരഗർഭവും തൻ്റെ 5 ബാണങ്ങളെ ഇരട്ടിച്ച് നിറച്ചു വെച്ച ഗിരിസുതേ, അല്ലയോ പാർവതീദേവി, നിഷങ്കവും 2 തൂണീരങ്ങളാകുന്ന, നിഷങ്കവും 2 തൂണീരങ്ങളാകുന്നു. ഔ എന്ന് പറഞ്ഞാൽ 2 എന്നർത്ഥം. അപ്പം 2 തൂണീരങ്ങളാകും, തൂണീരം ആവനാഴി. ജംഘേതേ, എന്താണ് ആവനാഴിയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്?
ദേവിയുടെ 2 മുഴങ്കാലുകൾ, മുഴങ്കാൽ എന്ന് പറഞ്ഞാൽ മുട്ടിന് താഴെയുള്ള കാല്, അതിനെയാണ്. ബാഠം അകൃത, ആര്? വിഷമവിശിഖ, വിഷമവിശിഖൻ കാമദേവൻ. അപ്പം മന്മഥൻ കാമദേവൻ എന്നൊക്കെ പറയുന്നത്, പഞ്ചബാണൻ എന്നൊക്കെ പറയുന്ന കാമദേവൻ്റെ പര്യായ. അപ്പം ഇവിടെ ആ കാമദേവൻ നിശ്ചയമായും ഉണ്ടാക്കി. എന്നിട്ട് അഗ്രേ, അവയുടെ അറ്റത്ത്, അഗ്രേ ദൃശ്യന്തെ കാണപ്പെടുന്നു, ദശശരഫലാഹ 10 ശരങ്ങളുടെ അഗ്രങ്ങൾ, അത് അർദ്ധചന്ദ്രാകാരങ്ങളായ അഗ്രങ്ങൾ, നഖങ്ങൾ വളഞ്ഞ അർദ്ധചന്ദ്രനെ പോലെ വളഞ്ഞിരിക്കുന്ന, അതതിൻ്റെ ഭംഗിയാണ് പറയുന്നത്. അപ്പം പാദയുഗളീ നഖാഗ്രച്ഛത്മാന, 2 പാദങ്ങളുടെയും നഖാഗ്രങ്ങളാണ് എന്ന വ്യാജേന, എന്ന് തോന്നുന്ന പോലെ സുരമകുട ചാണൈക നിശ്ചിതാക, ദേവന്മാരുടെ കിരീടങ്ങളാകുന്ന ചാണകളിൽ നല്ലവണ്ണം ഉരച്ച് മൂർച്ച കൂട്ടപ്പെട്ട എന്നർത്ഥം. അപ്പോൾ ആ നഖങ്ങളൊക്കെ ഈ ദേവന്മാരുടെ കിരീടങ്ങളാകുന്ന ചാണകളിൽ ഉരച്ച്, ദേവന്മാർ ദേവിയെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അവരുടെ കിരീടം ചെന്ന പാദങ്ങളിൽ ഉരയ്ക്കുന്നു, ആ നഖങ്ങളിൽ. അങ്ങനെ ആ നഖങ്ങൾ നല്ല മൂർച്ചയുള്ള അർദ്ധചന്ദ്രനെ പോലെ വളഞ്ഞിരിക്കുന്ന നഖങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മുഴങ്കാലുകളെ ഉണ്ടാക്കി നിശ്ചയം. പിന്നെ അവയുടെ അറ്റത്ത് ദേവന്മാരുടെ കിരീടങ്ങളാകുന്ന ചാണകളിൽ നല്ലവണ്ണം മൂർച്ച കൂട്ടപ്പെട്ട 10 ശരങ്ങളുടെ അർദ്ധചന്ദ്ര ആകാരമാകുന്ന, നല്ല വളഞ്ഞ പകുതി ചന്ദ്രനെ പോലെ, അർദ്ധചന്ദ്രനെ പോലെ തിളങ്ങുന്ന ആ പാദങ്ങളുടെ അറ്റത്ത് നഖാഗ്രങ്ങൾ ആണോ എന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യാജേന കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീ മഹാദേവി ഇവിടെ ദേവിയുടെ കണങ്കാലുകളെ, മുഴങ്കാലുകളെയൊക്കെ അലങ്കാരങ്ങളെ കൊണ്ട്, ഉൽപ്രേക്ഷ അലങ്കാരവും അതിശയോക്തിയൊക്കെ കൊണ്ട് ഉപമിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ശ്ലോകം ഒന്നുകൂടെ: പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിഷങ്കൗ ജംഘേതേ വിഷമവിശിഖോ ബാഠമകൃത യതഗ്രേ ദൃശ്യന്തേ ദശശരഫലാഹ പാദയുഗളീ നഖാഗ്രച്ഛത്മാനക. പാദയുഗളം എന്ന് പറഞ്ഞാൽ 2 പാദങ്ങൾ, നഖ അഗ്ര എന്ന് പറഞ്ഞാൽ നഖത്തിൻ്റെ അഗ്രങ്ങൾ, ഛത്മാന എന്ന് പറഞ്ഞാൽ മറച്ചു വയ്ക്കുക എന്നർത്ഥം. സുരമകുടചാണൈക നിശ്ചിതാക, ദേവന്മാരുടെ കിരീടമാകുന്ന ചാണയിൽ ഉരച്ച് മൂർച്ച കൂട്ടിയിരിക്കുന്നു, നിശ്ചിതം മൂർച്ച. അപ്പോൾ പരാജയതും രുദ്രനെ തോൽപ്പിക്കാൻ ദ്വിഗുണശരഗർഭവും തൻ്റെ 5 ബാണങ്ങളെ ഇരട്ടിച്ച്, 2 10 നിറച്ചു വെച്ച നിഷങ്കവും ജംഘേത്തെ, നിന്തിരുവടിയുടെ മുഴങ്കാലുകൾ 2 ആകുന്നു, അല്ലയോ പാർവതി എന്ന്. അപ്പോൾ ദ്വിഗുണശരഗർഭവും ഗിരിസുതേ, തൻ്റെ 5 ബാണങ്ങളെ ഇരട്ടിച്ച് നിറച്ചു വെച്ച അല്ലയോ പാർവതി ദേവി, നിഷങ്കവും 2 തൂണീരങ്ങളാകുന്നു, ജംഘേതേ നിന്തിരുവടിയുടെ മുഴങ്കാലുകൾ, വിഷമവിശിഖ മന്മഥൻ, ബാഠം അകൃത, അകൃത പറഞ്ഞാൽ ഉണ്ടാക്കി, നിശ്ചയമായും ഉണ്ടാക്കി, യദഗ്രേ അവയുടെ അറ്റത്ത് ദൃശ്യന്തേ കാണപ്പെടുന്നു, ദശശരഫലാഹ 10 ശരങ്ങളുടെ മുന, 10 ശരങ്ങളുടെ അർദ്ധചന്ദ്രാകാരങ്ങളായ അഗ്രങ്ങൾ കാണുന്നു. പാദയുഗളീ നഖ, 2 പാദങ്ങളുടെയും നഖാഗ്രങ്ങളാണ് എന്നുള്ള വ്യാജേന ഛത്മാന എന്ന് പറയാൻ മറച്ചു വയ്ക്കുക.
സുരമകുട ശാണൈക നിശ്ചിതാക. ദേവന്മാരുടെ കിരീടങ്ങളാകുന്ന ചാണകളിൽ, ശാണ എന്ന് പറഞ്ഞാൽ ചാണ തന്നെയാണ്, സംസ്കൃതത്തിൽ ശാ എന്ന് പറയും, ശാണെന്ന്. നല്ലവണ്ണം തേച്ചു മൂർച്ച കൂട്ടപ്പെട്ട എന്നർത്ഥം. അല്ലയോ പർവ്വതം പുത്രി, മന്മഥൻ രുദ്രനെ തോൽപ്പിക്കാനായി തൻ്റെ 5 ബാണങ്ങളെ ഇരട്ടിപ്പിച്ച് നിറച്ചുവെച്ച 2 തൂണീരങ്ങളായി നിന്തിരുവടിയുടെ മുഴങ്കാലുകളെ ഉണ്ടാക്കി നിശ്ചയം. അവയുടെ അറ്റത്ത് ദേവന്മാരുടെ കിരീടങ്ങളാകുന്ന ചാണകളിൽ നല്ലവണ്ണം തേച്ച് മൂർച്ച കൂട്ടപ്പെട്ട 10 ശരങ്ങളുടെ അർദ്ധചന്ദ്രാകാരങ്ങളായ അഗ്രങ്ങൾ, 2 പാദങ്ങളുടെയും നഖാഗ്രങ്ങൾ എന്ന വ്യാജേന ഇതാ കാണപ്പെടുന്നു. ശ്രീ മഹാദേവി, ഇവിടെ ലളിതാ സഹസ്രനാമത്തിൽ നമ്മളൊരു നാമം പഠിച്ചു അല്ലേ, ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാപജംഗിക. ആ അർത്ഥം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാപജംഗിക. അതുകൊണ്ട് തന്നെ അലങ്കാരവും ഉൽപ്രേക്ഷയും അതിശയോക്തിയും ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പം എങ്ങനെയാണ് ചൊല്ലണ്ടേ? പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിഷങ്കൗ ജംഘേതേ വിഷമവിശിഖോ ബാഠമകൃത യഥഗ്രേ ദൃശ്യന്തേ ദശശരഫലാപാദയുഗളീനകാഗ്രച്ഛത്മാന സുരമകുടചാണൈക നിശ്ചിതം. നിശ്ചിത എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ളത്. അപ്പം പരാജയതും രുദ്രനെ തോൽപ്പിക്കാനായി ദ്വിഗുണശരഗർഭവും 2 ഇരട്ടിപ്പിച്ച ശരങ്ങളുമായി, അല്ലയോ പാർവതീദേവി, അപ്പോൾ ദ്വിഗുണ ശരഗർഭൗ ഗിരിസുതേ, തൻ്റെ 5 ബാണങ്ങളെ ഇരട്ടിച്ച് നിറച്ചു വെച്ചല്ലയോ പാർവതീദേവി, നിഷങ്കൗ ജംഘേതേ, ആ ജംഘകൾ തൂണീരങ്ങളാകുന്നു. വിഷമവിശിഖാഹ, വിഷമവിശിഖൻ മന്മഥനലെ കാമദേവൻ. അപ്പം ഇവിടെ അർത്ഥം, അല്ലയോ പർവ്വതപുത്രി, മന്മഥൻ രുദ്രനെ തോൽപ്പിക്കാനായി തൻ്റെ 5 ബാണങ്ങളെ ഇരട്ടിച്ച് നിറച്ചു വെച്ച 2 തൂണീരങ്ങളായി നിന്തിരുവടിയുടെ മുഴങ്കാലുകളെ ഉണ്ടാക്കി നിശ്ചയം. എന്തുകൊണ്ടെന്നാൽ അവയുടെ അറ്റത്ത് ദേവന്മാരുടെ കിരീടങ്ങളാകുന്ന ചാണകളിൽ നല്ലവണ്ണം തേച്ച് മൂർച്ച കൂട്ടപ്പെട്ട 10 ശരങ്ങളുടെ അർദ്ധചന്ദ്രാകാരങ്ങളായ അഗ്രങ്ങൾ, 2 പാദങ്ങളുടെയും നഖാഗ്രങ്ങൾ എന്ന വ്യാജേന ഇതാ കാണപ്പെടുന്നു എന്ന് അർത്ഥം. ഉത്പ്രേക്ഷ അലങ്കാരമാണ് ഈ ശ്ലോകത്തിൻ്റെ ഇത്. ഒന്നും കൂടി വായിക്കാം അല്ലേ? പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിഷങ്കൗ ജംഘേതേ വിഷമവിശിഖാ ബാഠമകൃത യഥഗ്രേ ദൃശ്യന്തേ ദശശരഫലാഹ പാദയുഗളീനകാഗ്രച്ഛത്മാനഃ സുരമകുടശാണൈക നിശ്ചിതാഃ. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നവരെ ഹരിയോം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ.